ഞാൻ ഈ ഒരു മെഹറിന് ഏറ്റവും അത്യാവശ്യം ഒരു ഫ്രണ്ട്ലി ഉള്ള ഒരാളാണ്. അതെ, ഇത് നമ്മുടെ അടുത്ത കക്ഷിയാ. ഞങ്ങൾ തമ്മിൽ കാരിരുമ്പ് കൊണ്ടുള്ള ബന്ധമാ. നമ്മള് കാണുമ്പോൾ നല്ലോണം സംസാരിക്കും, നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ തമാശയൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുന്ന ഒരാളാണ്. ഇത് കൂടുതലൊന്നും പറയാൻ എനിക്ക് അറിയില്ല. ഒന്നാമത് ഞാൻ ഒരുപാട് സംസാരിക്കാത്ത ഒരാളാണ്. നീ എന്താ പറഞ്ഞത്? നമ്മൾ തമ്മിൽ കാരിരുമ്പ് കൊണ്ടുള്ള ബന്ധമാണ്. ആ ഒരു ബേസിലാണ് ഞാൻ അവളോട് ചോദിക്കണത്, എന്നെ കാണുമ്പോ പരിചയമില്ലാന്ന് പറയരുത്. എന്താ എന്റെ തൊപ്പിന്റെയും അന്റെയും കല്യാണം ഉണ്ടോ? കല്യാണം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പാവം സ്വർണ്ണം എന്റെ വക എനിക്ക് തരാട്ടോ ആണ്. നിങ്ങളായിട്ട് എനിക്കിപ്പോ ലവറിനെ ഉണ്ടാക്കൂ, എന്നെ ലവറിനെ തേടി കണ്ടുപിടിക്കൂ, എന്റെ കല്യാണം നടത്തൂ, അതിന്റെ ഒന്നും ആവശ്യമില്ല. സമയമാവുമ്പോ എന്റെ വീട്ടുകാർ എനിക്കൊരാളെ കണ്ടുപിടിച്ചു തരും. അപ്പം അത് ഞാൻ ഇവിടെ വന്നിട്ട് നിങ്ങളുടെ അടുത്ത് പറയും, അല്ലെങ്കിൽ ഞങ്ങൾ വിളിക്കേണ്ട ആൾക്കാരെ ആരെയാന്ന് വെച്ചാൽ ഞാൻ കല്യാണം വിളിക്കും. അത് നമ്മൾ സോഷ്യൽ മീഡിയ ഷെയർ ചെയ്യും. പെങ്ങളെ, ഞങ്ങളോട് ഈ കടുങ്കൈ വേണ്ടായിരുന്നു. ഞങ്ങൾ വെറുതെ എന്തെങ്കിലും തമാശക്ക് സംസാരിച്ചു. ഇത് സോഷ്യൽ മീഡിയ ആണ്, ഒരുപാട് ആൾക്കാർ കാണുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്, കുട്ടികൾ ഉൾപ്പെടെ ഒരുപാട് കുട്ടികൾ സോഷ്യൽ മീഡിയ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഓരോ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും സ്വയം ഇങ്ങനെ കൊച്ചാവാൻ നിൽക്കല്ലേ. അതെന്നെ ഉദ്ദേശിച്ച് പറഞ്ഞല്ലേ? എനിക്ക് അങ്ങനെ തോന്നുന്നെങ്കിൽ അത് എന്റെ കുറ്റമല്ല. ഇവിടെ വെച്ച് നമുക്കിത് അവസാനിപ്പിക്കാം. കാരണം ഷാജഹാന്റെ ഭാഗം പറഞ്ഞു, തൊപ്പിയുടെ ഭാഗം പറഞ്ഞു. അപ്പൊ നമുക്കിത്, ഞാൻ എന്റെ ഭാഗവും പറഞ്ഞു. ആളുകൾ ഇത് റിയാക്ട് ചെയ്ത് പിന്നെ അവരെ സപ്പോർട്ട് ചെയ്ത് ഇവരെ സപ്പോർട്ട് ചെയ്ത് വെറുതെ എന്തിനാ? നമുക്ക് ഈ ഒരു പ്രശ്നം ഇവിടെ അവസാനിപ്പിക്കാം. നല്ലവരായി പെൺകുട്ടികൾക്കും ടീച്ചർക്കും വേണ്ടിട്ടല്ലേ ഞാൻ ഈ ത്യാഗമൊക്കെ ചെയ്തത്. ഇറങ്ങടോ അവിടുന്ന്. എന്താന്ന്? ഇറങ്ങി പോവാൻ. ആദ്യമേ തന്നെ ഇറക്കി വിടാഞ്ഞതാ എന്റെ തെറ്റ്. ഇറങ്ങി പോടോ.